ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിലധികം ആരും കഴിക്കാത്ത ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്കിന് നമുക്ക് മൈദ വേണ്ട, റവ വേണ്ട, ഗോതമ്പ് പൊടി വേണ്ട, ഇവയൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ബട്ടറോ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കേക്കാണ്. മാത്രമല്ല വളരെ ക്രീമി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണിത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഈ 2 ബൗളിനകത്തോട്ട് നമുക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ബൗൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലോട്ടും മഞ്ഞ മറ്റൊരു പാത്രത്തിലോട്ടും ഒന്ന് മാറ്റിയിടാം. അങ്ങനെ ഞാൻ മുട്ടയുടെ വെള്ള ഇപ്പം നമുക്ക് ആവശ്യമില്ല, പക്ഷെ പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞയിലാണ് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇനി പഞ്ചസാര 1/2 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇനിയിപ്പം ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ഒരു 1/4 കപ്പ് ചേർക്കാം, പിന്നീട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഈ ഒരു മുട്ടയും അതുപോലെ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു വിസ്കർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് ഇതേപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എടുക്കുക. ഇതിന് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത്. ഞാനിവിടെ നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര്, 500 ഗ്രാമിൻ്റെ തൈരിൻ്റെ ആ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ നോക്കുക. ഇനി പുളി ഉള്ളതാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട, അതിൻ്റെ പകുതി ചേർക്കുക. എപ്പോഴും ഈ ഒരു പുളിയില്ലാത്ത വളരെ തിക്കായിട്ടുള്ള തൈരാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി തൈര് ചേർത്തിട്ടുണ്ട്. ഇനി തൈരും ഈ ഒരു മിക്സിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/3 കപ്പ് ഈ ഒരു ഇത് കണ്ടു, ഇത് 1/3 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇത്രയും കപ്പിൽ ഉള്ള അളവിൽ ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോളത്തിൻ്റെ പൊടി, കോൺഫ്ലവർ എന്നും കോൺ സ്റ്റാർച്ച് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ബേക്കറിയിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ക്രീമിയും നല്ലൊരു ടെക്സ്ചറാണ് നമ്മൾ ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്ത് ആ 1/3 കപ്പ് ഈ കോൺ സ്റ്റാർച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 ഗ്രാം കണക്കിൽ പറയുവാണെങ്കിൽ 50 ഗ്രാമോളം വരും കേട്ടോ. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് അലിഞ്ഞു വരുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ ആണുള്ളത് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ചേർക്കേണ്ടതുള്ളൂ. രണ്ടും, അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും ഒരുപോലെ ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഒരു തിക്നെസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പക്ഷെ ഇത് തീർന്നിട്ടില്ല, ഇനി വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം ഇതാണ് ഇച്ചിരി സമയം നമുക്ക് എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ വിസ്കറോ അല്ലെങ്കിൽ നല്ലൊരു ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ പാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യത്തില്ലേ, അതേപോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കൈ കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൈ ഇടയ്ക്ക് കഴക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നിർത്തുക, പിന്നെ ഇടയ്ക്ക് അടിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് അടിച്ചെന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് തന്നെ വരത്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ 1 മിനിറ്റോളം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുന്നേ തന്നെ ആ ഒരു മുട്ടയുടെ മഞ്ഞയിൽ ചേർത്തിട്ടുള്ളതാണ് പഞ്ചസാര. എങ്കിൽ പോലും ആ വെള്ളയിലും കൂടി ഒരു മധുരം കിട്ടണം എന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നും മീഡിയം സ്പീഡിലും ഹൈ സ്പീഡിലും ഒക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു മുട്ടയുടെ വെള്ളം നല്ലൊരു പഫി അല്ലെങ്കിൽ നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വരും. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അത് വരെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിവിടെ ഇങ്ങനെ ബീറ്റ് ചെയ്യട്ടെ.
അപ്പോൾ ഇത് ഇവിടെ ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്താണ്. ഈ ചാനൽ ഒരു കുക്കിംഗ് ചാനലാണ്. ചാനലിൻ്റെ പേര് മെൽബോൺ കേരള കഫേ ആൻഡ് വ്ളോഗ്സ് എന്നാണ്. നല്ല നല്ല വ്ളോഗ്സുകളും അതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്, ഒരു ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് പോയി കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ വെള്ളം ഇങ്ങനെ പഫി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിന് മുൻപ് ചേർത്ത് കൊടുത്തത് വാനില എസൻസ് ആണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ പതഞ്ഞ് നല്ല ഇങ്ങനെ കണ്ടോ. ഇത് മുട്ടയുടെ വെള്ളയാണെന്നൊന്നും നമുക്ക് പറയത്തില്ല. അത്രയും നല്ല ക്രീമി ടെക്സ്ചറിലൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മതിയാവും. ഞാൻ ഇത് കാണിക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, നമ്മളിത് നിർത്തി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മുട്ടയുടെ വെള്ളമൊക്കെ നമ്മൾ അടിച്ചെടുത്ത പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തൈരിൻ്റെ ഒക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം എല്ലാം കൂടെ ചേർക്കരുത്, പകുതി ചേർത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ മടക്കി എടുക്കുക. അതിന് ഫോൾഡിങ് മെത്തേഡ് എന്നാണ് പറയുക. ഇതുപോലെ ഒന്ന് മടക്കി, ഒത്തിരി അങ്ങ് കറി കൂട്ടൊക്കെ ഇളക്കുന്നത് പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. വളരെ പതുക്കെ നമുക്ക് ഇതിനൊട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുട്ടയുടെ വെള്ള നമ്മൾ പതച്ച് വെച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ അപ്പാടെ അങ്ങ് മാറിപ്പോയി, നന്നായിട്ട് അങ്ങ് ഫ്ലഫി ആയിട്ട് വന്നു. നമ്മൾ നേരത്തെ കണ്ട ബാറ്ററിൻ്റെ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറാണ്. ഇനി നമുക്കിത് ഒഴിക്കാനുള്ള പാത്രം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ചായ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് അതിനകത്തോട്ട് അല്പം ബട്ടറോ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറും വെക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം അല്പം ഈ ഒരു ബട്ടർ നമ്മൾ തേച്ച് കൊടുക്കുമല്ലോ, തേച്ച് കൊടുത്തതിന് ശേഷം അല്പം ഗോതമ്പ് പൊടിയോ കോൺഫ്ലവറോ മൈദപ്പൊടിയോ ഇതിനകത്തൊന്ന് ഇച്ചിരി ഇട്ട് ഒന്ന് പൊടി പോലെ ഒന്ന് തട്ടി എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പാത്രം ഈ ഒരു കേക്ക് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ബട്ടർ പേപ്പറിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി നിറച്ചൊഴിക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇത് ഓവർഫ്ലോ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ എനിക്ക് ഓവർഫ്ലോ ആയൊന്നുമില്ല. പക്ഷെ അത് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വെക്കേണ്ട, ഒരു 1/4 ഭാഗം വെച്ചാൽ മതി. ഇനി നമുക്കിത് ഓവനൊന്നും ഇല്ല, അതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. ഇനി നമുക്കിതാ ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് അടിക്കട്ടിയുള്ള ഒരു പാത്രമാണ്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത്. കണ്ടോ, പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെള്ളമൊക്കെ തെളിച്ച് ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഒരു വയറാക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ നിറച്ചിട്ടുള്ള കേക്ക് ടിന്നും ഇതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊരു 45 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെയുള്ള സമയത്തിൽ മീഡിയം ഫ്ലെയിമും ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമും ഒക്കെ ആക്കി മാറ്റി മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഇതിനൊരു ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇതുപോലെ മൂടികയ്ക്ക് ഇതുപോലെ ഓട്ടയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ അതൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് തിരികെ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് 55 മിനിറ്റ് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുന്നത്. നമ്മുടെ സൂപ്പർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് പോലെ അല്ല കേട്ടോ. ഇതിനെ യോഗർട്ട് കേക്ക് എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇത് വളരെ ക്രീമിയും സാധാരണ കേക്കിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമ്മുടെ വീട്ടിലൊക്കെ വല്ല വിരുന്നാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. മൈദ, ഗോതമ്പ്, റവ, നമ്മുടെ വീട്ടിലുള്ള കോൺഫ്ലവർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, വളരെ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ചെറിയൊരു മധുരവും അതുപോലെ ചെറിയൊരു പുളിയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഇങ്ങനെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.